Hey, hello, welcome back. Assalamu alaikum warahmatullahi wabarakatuh. Welcome back to our channel. So, I'm with Sinu here. Aisha here. അതെ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ഇന്നത്തെ ദിവസം മീറ്റ് ചെയ്യാൻ പറ്റി. കുറേ കാലങ്ങളായി നമ്മളിങ്ങനെ അന്ന് ലാസ്റ്റ് നമ്മളൊരു ഒരു റീൽ ആവുന്നുണ്ടല്ലോ, ഷോർട്ടോ റീൽ എന്നിട്ടില്ലേ, അന്നാണ് ഞങ്ങൾ ലാസ്റ്റ് മീറ്റ് ചെയ്തത്. അതിനുശേഷം കോൺടാക്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു മീറ്റിംഗ് പോസിബിൾ ആയിരുന്നില്ല. അപ്പോൾ ഇന്ന് അൽഹംദുലില്ലാ നമ്മൾ കൂടിയിട്ടുണ്ട്. കൂടിയ സ്ഥിതിക്ക് ഇവളെന്നെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അവൾക്ക് എന്തൊക്കെയോ ചോദിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ആയിഷ കാണുന്ന മാതിരിയൊന്നുമല്ല, നല്ല വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. ആയിഷക്ക് ആയിഷാന്റെ വലിപ്പം അറിയില്ലെങ്കിലും പൊടിക്ക് താഴ്ത്താം, ആൾക്കാരെ ഓടിച്ചിട്ട് തല്ലും. ആയിഷക്ക് ആയിഷാന്റെ വലിപ്പം അറിയില്ലെങ്കിലും നിങ്ങളെല്ലാവരും ആയിഷാന്റെ ചാനലിലൂടെ ആയിഷാന്റെ ഇസ്ലാമിക വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറും കൂടിയാണ്. ഞാൻ എന്തെങ്കിലും ബാക്കി പറയണ്ടോ? അൽഹംദുലില്ലാ, കുറച്ച് ഇത്തിരി ഒരു പൊടിക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ എന്തൊക്കെയൊക്കെ അറിയാൻ തോന്നുന്നു. എനിക്ക് ഇത്തിരി അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിന് ഒത്തിരി ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ വലിയ സംഭവം ആയതുകൊണ്ടല്ല. അൽഹംദുലില്ലാ, എന്തായാലും ഒരുപാട് സന്തോഷം. ജസാക്കുമുല്ലാ ഹൈറൻ കസീറ. കണ്ടറിഞ്ഞ് പൊക്കിയതല്ലേ, മിഠായി മേടിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ആയിഷാനോട് കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് ആണ് ചോദിക്കാനുള്ളത്. അത് പറയുമ്പോൾ എന്നെ നെഞ്ചിവിടെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചോദിക്കുന്നത് സീനു ആയതുകൊണ്ട് നെഞ്ചിങ്ങനെ ഇവിടെ എന്താണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല, അതുകൊണ്ടുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ട്. അതുകൊണ്ടാണ് പ്രശ്നം, അതാണ് എന്റെ പ്രശ്നം. അല്ലല്ല, ശരിയാണ് പറഞ്ഞോ. ഓക്കെ, ചോദിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് ആദ്യം ചോദിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ, അതായത് ഒരു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നവരെ എനിക്ക് തന്നെ അറിയാം ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അതിൻ്റെ ഇടയിൽ എങ്ങനെ സംഭവിക്കണു ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ? ഇതിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത്. കുറച്ച് നേരം മുന്നേ ഒരു കുട്ടി ചോദിച്ചതിൻ്റെ വോയിസ് നീ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പം അതെൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാർക്കും പടച്ചവൻ കൊടുത്തിട്ടുള്ള 24 മണിക്കൂറാണ്. ഇപ്പം നീ എൻ്റെ അടുത്ത് നീ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിന്നെ കമ്പയർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നു എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നതെന്ന്. ഞാൻ എന്നെ വെച്ചിട്ട് എന്നേക്കാൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ചോദിക്കുന്നു നിങ്ങളിത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. ശരിക്കും ഇപ്പോൾ ഈ പറയുന്ന മുകേഷ് അംബാനിക്ക് മുതൽക്ക് യൂസുഫ് അലി കാക്കാക്ക് വരെ പടച്ചവൻ കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന 24 hours. അവർ ചെയ്യുന്ന അത്രയെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ കുറേ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ കുറേ സമയം വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്, ഞാനടക്കം. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചാൽ എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് എന്ന് വിചാരിക്കുന്നു. ഒരു മിനിറ്റ്, ഒരു കോൾ വരേണ്ട, ഒന്ന് കട്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ വീട്ടിൽ ചടച്ചിരിക്കുന്നവരുണ്ട്, അതായത് അവർ ഒന്നിനും സമയം കണ്ടെത്താതിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാനാണെങ്കിലും ആയിഷയാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ആയിഷാൻ്റെ അത്ര തന്നെ എനിക്ക് കഴിയുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ ഒരു പോയിന്റ് ഇവിടെ തന്നെ തിരുത്തി തരാം. എൻ്റെ അടുത്ത് കോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ, നീ അങ്ങോട്ടേക്ക് നോക്കിയാൽ നമ്മളെ കാണാം, ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ആയിഷയുടെ അത്ര എന്നെക്കൊണ്ട് പറ്റൂല എന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. സ്റ്റിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം സിനുവിൻ്റെ കഴിവുകളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ സിനുവിൻ്റെ മനസ്സിലുണ്ടാവും എനിക്ക് ചെയ്യാൻ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. അത് തന്നെയാണ് സിനുവിൻ്റെ കോൺസെപ്റ്റ് എന്ന് എനിക്കറിയാം. അതായത് എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ആ ഒരു കോൺസെപ്റ്റാണ് സിനുവിനുള്ളത്. സെയിം അതാണ് എൻ്റെ ഉള്ളിലുള്ളത്. എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ളതുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പം എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ളതുണ്ട്, ഞാനത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പം കണ്ടറിഞ്ഞ് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എത്തിപ്പെടുന്നത് ഐഷാൻ്റെ ഒപ്പമായിരിക്കില്ല. ഐഷ ഇങ്ങനെ നോക്കുന്ന അത്രയും ഉയരത്തിലായിരിക്കും. അത് നിങ്ങളാണെങ്കിലും സിനു ആണെങ്കിലും മറ്റാരാണെങ്കിലും അവനവൻ്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കേണ്ട അത്ര ഉയരത്തിൽ നിങ്ങൾ കയറി നിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ തന്നെ പിറ്റത്തെ ദിവസം, അതായത് അടുത്ത ദിവസത്തെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവും. എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഫുൾ പ്ലാനിങ് ഇടും. പക്ഷേ ഞാനൊരു 10 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്കൊരു 5 കാര്യങ്ങൾ പോലും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്? ഞാനൊരു 10 കാര്യം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു 5 കാര്യമാണ് ഞാനും ചെയ്യുന്നുണ്ടാവുള്ളൂ. ബാക്കി 5 കാര്യം ഞാനും നാളത്തേക്കാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ എടുത്തു വെച്ച കാര്യങ്ങൾ അൽഹംദുലില്ലാ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്ത് സോർട്ട് ചെയ്യാറുണ്ട്. അതായത് എനിക്ക് ചെയ്യാനുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ഇത്ര ദിവസത്തിനകത്ത് ക്ലിയർ ചെയ്യണം എന്നൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ തീർക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് ഇന്നത്തെ ദിവസം തന്നെ ഞാൻ തീർക്കും.
അത് നാളത്തേക്ക് എങ്ങനെയെങ്കിലും മാറ്റി വെക്കാൻ ഒരു വകുപ്പുണ്ടെങ്കിലാണ് അത് മാറ്റി വെക്കുള്ളൂ. ആ വകുപ്പുള്ള കാര്യങ്ങൾ രഞ്ജന്റെ അടുത്ത് മാറ്റിയിട്ടുണ്ടാവുന്നു. അത് നല്ലൊരു പോയിന്റാണ്. കാരണം നമുക്ക് ചെയ്ത് എടുക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ അന്ന് തന്നെ അത് ചെയ്തെടുക്കാൻ മാക്സിമം നോക്കും എന്നാണ് ആയിഷ പറഞ്ഞത്. നമ്മളെ പോലുള്ള പലരും എന്ത് ചെയ്യുക, നാളെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ കൂടുതൽ പേരും. അപ്പോൾ ആയിഷ പറഞ്ഞ ഈ ഒരു പോയിന്റ് എല്ലാവർക്കും നല്ല ഗുണമായിട്ടുള്ളൊരു പോയിന്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിന്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല ഞാനൊരു ഗുഡ് പേരൻ്റ് ആണെന്ന്. ബിക്കോസ് എൻ്റെ അടുത്ത് ഒരുപാട് പിഴവുകളുണ്ട്. ഒരു ഡെയിലി എഴുന്നേറ്റിട്ട് കുട്ടികളുടെ കാര്യങ്ങളിലാണെങ്കിലും ഒരു 80% ഒക്കെയാണ് ഞാൻ ഓക്കെ ആയിട്ട് ചെയ്യുള്ളൂ. ബാക്കി ഒരു 20% പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയാത്തത്. ആകെ ഒരു സ്ട്രെസ്സ് പോലെ ആയിട്ടുണ്ടാവും. കാരണം കൊച്ചു മക്കളും നല്ല കുസൃതിയുള്ള കുട്ടികളും ഒക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് ഞാനും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതും മാക്സിമം ഞാൻ ചെയ്യും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെ സംഭവിക്കുന്നു ഗുഡ് പാരൻറ്റിങ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതായത് നിങ്ങൾ നല്ലൊരു ഗുഡ് പാരൻ്റ് ആണോ, അതോ നിങ്ങൾക്ക് പാരന്റിങ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഞാൻ സാധാരണ സിനുവിനോട് പറയുന്ന പോലെ തന്നെ എല്ലാവരും, അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം പോയിന്റ് ആണ്, ഈ ലോകത്ത് മക്കളെ സ്നേഹിക്കുന്ന എല്ലാ ഉമ്മമാരും നല്ല പാരൻസ് ആണ്. അത് ഇപ്പോൾ സിനുവിൻ്റെ കോൺസെപ്റ്റിൽ സിനു പറയുന്ന നല്ല പാരൻറ്റിങ് ആയിരിക്കില്ല എൻ്റെ കോൺസെപ്റ്റിലുള്ള നല്ല പാരൻറ്റിങ്. ഇപ്പോൾ എൻ്റെ കോൺസെപ്റ്റിൽ പറഞ്ഞാൽ എൻ്റെ മക്കൾ മഴ കൊള്ളും, എൻ്റെ കൂടെ ഇറങ്ങി മഴ നനയും. അതേ സാധനം ഇപ്പോൾ വേറെ ആരെങ്കിലും ആണ്, ഇപ്പം എൻ്റെ സിസ്റ്റേഴ്സ് ആരെങ്കിലും ആണ് ആ ഒരു കുട്ടി മഴ നനയണ കണ്ടെന്ന് വെച്ചാൽ പനി പിടിക്കും ഉള്ളിൽ കയറുന്ന പറയാം. അവരുടെ കാഴ്ചപ്പാടിൽ അവർ പനി പിടിക്കേണ്ട ഉള്ളിൽ കയറുന്ന പറയുന്ന അവരാണ് നല്ല പാരൻറ്റ്. എൻ്റെ കാഴ്ചപ്പാടിൽ വാ പൊന്നോ നമുക്ക് നനയാം എന്ന് പറയുന്ന ഞാനാണ് നല്ല പാരൻറ്റ്. ഇപ്പോൾ ഡിപ്പെൻസ് ആണ് പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. എല്ലാവരും അവനവൻ്റെ വ്യൂ പോയിന്റിൽ നല്ല പാരൻ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. മക്കളെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കാര്യം പറഞ്ഞാൽ മക്കളെ എറിഞ്ഞു പോലെന്ന് അങ്ങനത്തെ പാരൻസിൻ്റെ കാര്യമല്ല, മക്കളെ സ്നേഹിക്കുന്ന എല്ലാവരും നല്ല പാരൻ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഞാനൊരിക്കലും നല്ലൊരു പാരൻ്റ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മൾ നമ്മുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് നമ്മുടെ ഫാമിലി എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മളൊരു കുഞ്ഞിനെ ജന്മം കൊടുത്ത് നമ്മൾ അവർ വളരുന്നതിൽ ആ സാക്രിഫൈസ് നമ്മുടെ ഹാപ്പിനെസ് ആക്കി മാറ്റി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഗുഡ് പാരൻറ്റിങ്. ഓക്കെ. പിന്നെ നമുക്ക് നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ബേസിക്കലി നമ്മൾ ഗുഡ് പാരൻ്റ് ആണ്. അപ്പം നമുക്ക് ഓരോ ദിവസം ബെറ്റർ പാരൻ്റ് ആവാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും, സോ നമ്മൾ ബെറ്റർ ആവുകയാണ്. അതേപോലെ നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ട്. സാധാരണ നമ്മുടെ ട്രോമ അതേപോലെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഒത്തിരി പാരൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് അതവിടെ കട്ട് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കട്ട് ഓഫ് ചെയ്ത് നമ്മുടെ സെൽഫ് ഡെവലപ്പായിട്ട് വരാൻ പറ്റും. വിച്ച് ഡസൻ മീൻ ദാറ്റ് ഐ എം നോട്ട് എ ഗുഡ് പാരൻറ്റ്. അങ്ങനെയല്ല. എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വളർന്ന് വന്ന സാഹചര്യമല്ല എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത്. അപ്പം അതിൻ്റേതായ ഒരു മാറ്റങ്ങൾ അവരിലും എന്നിലും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല ഷൗട്ട് ചെയ്യും. ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഒച്ച കൂട്ടി സംസാരിച്ചുകൊണ്ടൊക്കെ എൻ്റെ കുട്ടികൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരനുസരിക്കും, അങ്ങനെയുള്ള ഒരു തോട്ട്സ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിന്നൊരു മാറ്റം വന്നു തുടങ്ങിയത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി കൂടുതൽ പഠിക്കാനും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ പാരൻറ്റിങ്, അതായത് പാരൻ്റ് ആയും കൊണ്ട് പാരൻറ്റിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും. പിന്നെ പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ട് നല്ല കുറേ മെസ്സേജസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ ആയിഷ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയിന്റ് ചെയ്തോളി. ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പേപ്പറും അതായത് നമ്മളോട് ഒരു ഡീറ്റെയിൽസ് പറയുന്ന ആളുകൾ ചെറുതോ വലുതോ ആരും ആയിക്കോട്ടെ, പക്ഷെ നമുക്കത് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് നോട്ട് ചെയ്ത് വെക്കാം. അത് അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇവിടുത്തെ ലൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ പ്രശ്നമാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ വല്ല ഐസ്ക്രീം കഴിക്കാൻ കയറിയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ എന്തായാലും ഉണ്ടാവും. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. ഭയങ്കര ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടാവും ഇത് ഔട്ടായിട്ട് വരുമ്പോഴേക്കും, ഒത്തിരി ഉണ്ടാവും. സോ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. നെക്സ്റ്റ് ടൈം ക്ലിയർ ചെയ്യാമെന്നില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം നമ്മൾ പകല് വരാം. ഇതിപ്പോൾ വൈകുന്നേരമായി. ഓൾറെഡി ക്ലൈമറ്റ് ആകെ ചേഞ്ച് ആയിരിക്കണു. ഒരു മഴേൻ്റെ ഒക്കെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഉള്ളത്. മഴ പെയ്യുന്നില്ല, ഒരു മൂടിക്കെട്ട ഒരു ക്ലൗഡ് കാര്യങ്ങളൊക്കെ. ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മഴ പോലെ അൽഹംദുലില്ലാഹ്. അതെ അതെ. അല്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ ഒറ്റപ്പാലത്തുള്ള ബ്രിഡ്ജിലാണ് കേട്ടോ ഉള്ളത്. ഐഷാന്റെ ലവ് മാരേജ് ആണെന്ന് എനിക്കറിയാം, എന്നാലും ചോദിക്കും. ഓക്കെ. അപ്പോൾ ആയിഷ ഈ ആഫ്റ്റർ മാരേജിൽ, അതായത് ഒരു ലവ് മാരേജിലൂടെ കടന്നു വന്ന ആയിഷാന്റെ ലൈഫ് ആയിഷ എൻജോയ് ചെയ്യുന്നുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? അതായത് ആയിഷക്ക് ഇഷ്ടമാണോ ഈ ഒരു ലൈഫ്?
അൽഹംദുലില്ലാ. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ലവ് മാരേജ് ചെയ്തത് കൊണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല. ഓക്കെ, ഞങ്ങൾ കല്യാണം കഴിച്ചതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അത് വെദർ ഇറ്റ് ഈസ് ലവ് മാരേജ് അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ്, ഒരു മൊമെന്റിൽ നിനക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ, എൻ്റെ തംബ്നെയിലിൽ ഒരു ക്യാപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു മൊമെന്റിൽ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ വെയിൻ കട്ട് ചെയ്തിട്ട് വരെയുള്ള ഒരാളാണ്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ബിൽഡ് ചെയ്തെടുത്ത ഞങ്ങളുടെ ലൈഫാണ് ഇപ്പൊ കാണുന്ന. ഇപ്പൊ നിങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്ന, അൽഹംദുലില്ലാ മാഷാ അല്ലാ, അങ്ങനെ ഒരു ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ബിൽഡ് ചെയ്താണ്. സോ ലവ് മാരേജ് ആയതുകൊണ്ട് അത് ബ്യൂട്ടിഫുൾ ആയി പോയി, അറേഞ്ച്ഡ് മാരേജ് ആയതുകൊണ്ട് ഇത് ഫ്ലോപ്പ് ആയി പോയി, അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ മാരീഡ് ലൈഫ് എങ്ങനെ വേണമെന്നുള്ളത് ഡിസൈൻ ചെയ്യേണ്ടത് 2 പേരാണ്. അതെ, ഞാൻ ഒറ്റയ്ക്ക് ഡിസൈൻ ചെയ്താലും അതാവൂല, എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് ഡിസൈൻ ചെയ്താലും അതാവൂല. ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഡിസൈൻ ചെയ്താലാണ് ഞങ്ങളുടെ മാരീഡ് ലൈഫ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇത് മറ്റേ അറേഞ്ച് മാരേജ് തിരഞ്ഞെടുക്കുന്നവരാണെങ്കിലും അതുപോലെ ലവ് മാരേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണെങ്കിലും അവർക്കുള്ള പോയിന്റ് ആണ് കേട്ടോ. ഡെഫിനറ്റ്ലി നിങ്ങൾ ചിന്തിക്കരുത്, അതായത് ഞാൻ ലവ് മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എന്തോ അടിപൊളിയാവും, അങ്ങനെ വിചാരിക്കരുത്. കാരണം അറിയുന്ന ആളെ കല്യാണം കഴിച്ചാൽ ലൈഫ് അടിപൊളിയാവും എന്നാണ് അവർ വിചാരിക്കുന്നുണ്ടാവുക. മക്കളെ ഒരുമിച്ച് ജീവിച്ച് 10-12 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഡിവോഴ്സ് ചെയ്യുന്നത്. 12 കൊല്ലം അറിഞ്ഞിട്ട് ലവ് മാരേജ് ചെയ്തിട്ട് നമുക്ക് ആവൂല. അപ്പോൾ ഡിവോഴ്സ് ഒരുമിച്ച് ജീവിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരാളെ അറിയാനില്ല അല്ലേ. അപ്പോൾ അത്രയും കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലവ് മാരേജ് കൊണ്ട് മാത്രം ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവില്ല എന്ന് നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അറേഞ്ച്ഡ് മാരേജ് കൊണ്ട് മാത്രം അത് ഫ്ലോപ്പ് ആവുകയില്ല. അപ്പോൾ സീനൊക്കെ അറേഞ്ച്ഡ് മാരേജ് ആണ്, അൽഹംദുലില്ലാ ഓള് പൊളി വൈബിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് നമുക്കൊരു ചീറ്റലും പൊട്ടലൊക്കെ അതായത് അതും മിക്കവാറും എന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവാറ്. അല്ല, ഞങ്ങളുടെയൊക്കെ കയ്യിലിരിപ്പ് അത്ര നല്ലതായതുകൊണ്ടാണ് കേട്ടോ, അങ്ങനെ കരുതിയാൽ മതി ആ കാര്യത്തില്. അൽഹംദുലില്ലാ എന്തായാലും എന്താ പറയാ, ലൈഫിന്റെ കാര്യത്തിൽ ആർക്കും ഒന്നും എടുത്ത് പറയത്തക്ക പ്രോബ്ലംസ് ഇല്ല. അപ്പൊ വരുന്ന കുഞ്ഞി ഐഷ പറയുന്നത് ലവ് മാരേജ് ആണേലും അതുപോലെ അറേഞ്ച് മാരേജ് ആണേലും നമ്മളെങ്ങനെ രണ്ടുപേരുടെയും നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക എന്നാണ്. ഒന്നാമത്തെ കാര്യം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. 2 പേരും എത്ര സംസാരിക്കാൻ പറ്റുമോ അത്രയും സംസാരിക്കണം. നിങ്ങളുടെ ബെസ്റ്റ് ട്രാവൽ പാർട്ട്ണർ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കണം, നിങ്ങളുടെ ബെസ്റ്റ് ഫൈറ്റിംഗ് പാർട്ട്ണർ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കണം. കാരണം നമുക്ക് നമ്മുടെ ഈ പറയുന്ന സ്ട്രെസ്സൊക്കെ ബേസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഹസ്ബൻഡ് ഉള്ള പോലെ പുള്ളിക്ക് നമ്മുടെ അടുത്തും ആ സ്ട്രെസ് ബേസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. അതിൻ്റെ നമുക്ക് അറിയാൻ പറ്റണം. ഇപ്പോൾ ആളൊന്ന് നമ്മുടെ അടുത്ത് ഷൗട്ട് ചെയ്യുമ്പോൾ ആള് ഷൗട്ട് ചെയ്യണു എന്നുള്ളതിന് പുറമെ ആൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഹസ്ബൻഡിൻ്റെ അടുത്ത്, നീ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ ഇറിറ്റേറ്റഡ് ആവും അല്ലേ. അതേ സമയത്ത് വന്നിട്ട് സിനോ എന്താ നിന്റെ സങ്കടം, എന്തൊന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുന്നുണ്ടല്ലോ എന്നൊന്ന് പറഞ്ഞാല് അവിടെ ക്ലീൻ ആണ്. അപ്പൊ അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മതി. ആള് കുറെ കാലം നമ്മൾ ജീവിക്കുന്ന ഒരാള് സങ്കടം കൊണ്ടാണോ ദേഷ്യപ്പെടുന്നത്, വെറുപ്പ് കൊണ്ടാണോ ദേഷ്യപ്പെടുന്നത് നമുക്ക് കണ്ടറിയാൻ പറ്റണം. ആയിഷയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 13ാമത്തെ വർഷം. 13 വർഷം. എൻ്റെ 11 വർഷം. മാഷാല്ലാ മാഷാല്ലാ. അൽഹംദുലില്ലാ എന്തായാലും മാരീഡ് ലൈഫിൽ അൽഹംദുലില്ലാ സാറ്റിസ്ഫൈഡ് ആണ്. യാതൊരു ഒന്നും എടുത്ത് പറയത്തക്ക ഇല്ല. കാരണം എല്ലാ മനുഷ്യന്മാർക്കും പോരായ്മകളുണ്ട്. സ്വിച്ച് ഇട്ടേനും ലൈറ്റ് ഇട്ടേനും എല്ലാ പ്രശ്നങ്ങളല്ലാണ്ട് വേറെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ ലൈഫിൽ ആ ഒരു പോരായ്മകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ എനിക്ക് കുറെ പോരായ്മകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ആ പോരായ്മകൾ ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡിന് കുറെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. സീരിയസ്ലി അവന്റെ എല്ലാ പോരായ്മകളും അപ്പൊ ഞങ്ങൾ അങ്ങനെ നന്നായിട്ട് എൻജോയ്. എൻ്റെ ഉമ്മ പറയും ചക്കിക്കൊത്ത ചങ്കരനാണ് എന്നുള്ളത്. എന്റെ ഉമ്മയല്ല എന്റെ അമ്മായിയമ്മയാണ് ഏറ്റവും കൂടുതൽ പറയാ ചക്കിക്കൊത്ത ചങ്കരനാണ്. എന്റെ അമ്മായിയമ്മ നേരെ തിരിച്ചു പറയും, ഈ ഒറ്റ ഒരുത്തിയാണ് അവൻ എങ്ങനെ വഷളാക്കണേ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നീയാണ് ഇപ്പൊ അവനെ വഷളാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് എൻ്റെ അമ്മയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അൽഹംദുലില്ലാ ഉമ്മിച്ചിയുടെ ഞങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ്. മരണം വരെ ഉമ്മക്ക് ഹസ്ബൻഡിന്റെ കാര്യത്തിലായിക്കോട്ടെ ഫിനാൻഷ്യലി നമ്മൾ ഇത്തിരി ഡൗൺ ആണല്ലോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ മാരീഡ് ലൈഫിൽ അവരെ മോനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളും, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത്, അതായത് ആയിഷ ഒരു സ്ത്രീയാണല്ലോ, അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ആണോ? അപ്പോൾ ആയിഷ ഒരു സ്ത്രീ എന്ന രീതിയിൽ അതായത് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് ആയിഷക്ക് തോന്നുന്നുണ്ട്. അതായത് ഹസ്ബൻഡിൽ നിന്നാണെങ്കിലും ആയിഷയുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും അതായത് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ആയിഷ ഇൻഡിപെൻഡൻ്റ് ആണ്. ശരിക്കും നമ്മൾ ഈ ഒരു ഫാമിലി എന്നൊരു സിസ്റ്റത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതായത് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് നമ്മൾ ചിന്തിക്കുന്നത് സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നാണല്ലോ ഒരു വർത്തമാനം പറയാം അല്ലേ.
സിനുവിന് പറയാൻ പറ്റുമോ സിനുവിന്റെ ഹസ്ബൻഡ് ഇൻഡിപെൻഡന്റ് ആണെന്ന്? മൂപ്പര് എല്ലാ ദിവസവും ഒരു 2 മണി കഴിഞ്ഞിട്ട് കയറി വരും രാത്രി. ഹൗ വിൽ യു റിയാക്ട്? അപ്പൊ ഞാൻ ഒന്നും പറയില്ല. അല്ല, നിങ്ങളുടെ ഫ്രീഡം, നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ്, നിങ്ങൾ ഡെയിലി 2 മണിക്ക് കഴിഞ്ഞിട്ട് വന്നാൽ മതി, അങ്ങനെ നമ്മൾ പറയോ? ഇല്ല. നമ്മളൊരു സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ റെസ്ട്രിക്റ്റഡ് ആണ്. എല്ലാ അർത്ഥത്തിലും അത് അവിടെ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടാവില്ല. അപ്പം ഞാൻ സിനുവിൻ്റെ അടുത്തേക്ക് വരികയാണെന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ നോക്കി? എൻ്റെ മോൻ്റെ ക്ലാസ് നോക്കി, ബസ്സിൻ്റെ ടൈം നോക്കി, സിനു എന്തൊക്കെ നോക്കി, അമ്മായിയമ്മയുടെ ഹോസ്പിറ്റൽ കേസ് നോക്കി, അതൊക്കെ മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത് പോലും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. കമ്മിറ്റ്മെൻറ്റ്സ് വേറെയാണ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേറെയാണ്. അതായത് നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മുടെ തൊട്ടേനും പിടിച്ചതിനും മുതൽക്ക് എല്ലാ കാര്യത്തിനും നമ്മൾ ഒരാളുടെ അടുത്ത് നിങ്ങൾ എനിക്കത് ചെയ്തു തരും എന്ന് പറയുന്നൊരു സാധനം ഒന്ന് വേറെയാണ്. നമ്മൾ ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളിൽ പെർമിഷൻ ചോദിക്കുന്നത് വേറെയാണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടുന്ന ഒരു സ്പേസ് അവിടെ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒരു സ്പേസ് അൽഹംദുലില്ലാ എനിക്ക് കിട്ടുന്നുണ്ട്. അതെ, നമുക്ക് ഇൻഡിപെൻഡന്റ് ആകുക എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിപെൻഡന്റ് ആകുക, അതായത് നമ്മളുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു സർക്കിൾ ഉണ്ടാവും. നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ മക്കള്, ഇനിയിപ്പോ അമ്മായിയമ്മ കൂടെ താമസിക്കുന്നുണ്ടെങ്കിൽ അമ്മായിയമ്മ, അതിന് മേലുള്ള ആളുകൾ നമ്മുടെ ഫാമിലിയിലോട്ട് ഇടിച്ചു കയറി വന്ന ഒപ്പീനിയൻസ് പറയുന്നത്, ബ്ലോഗ്സ് ഉണ്ടാക്കുന്നത്, അവൾ എന്തിനാ വർക്ക് ചെയ്യുന്നത്, അവൾ എന്തിനാ അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾ എന്തിനാ ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു പ്രൊഫഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവൾ എന്തിനാ ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്, അങ്ങനെ. അതായത് അത് ഹസ്ബൻഡ് പറയുകയാണെങ്കിൽ ഓക്കെ, മക്കൾ പറയുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അമ്മായിയമ്മ പറയുകയാണെങ്കിൽ ഓക്കെ. അതിനപ്പുറത്തോട്ട് ഒരാൾ, അതായത് നമ്മുടെ ഫാമിലി സർക്കിളിൽ നിന്ന് ഒരാൾ വന്നിട്ട് നീ ഇന്ന ജോലി ചെയ്യും, ഇവരൊക്കെ പറയുന്നത് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം നമ്മൾ ഈ പറഞ്ഞ ഇൻഡിപെൻഡൻസിൻ്റെ ഒരു സർക്കിൾ നമ്മൾ അലൗ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അതിന് മേലെ ഒരാൾ വന്നിട്ട് നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അതവിടെ ബ്ലോക്ക് ചെയ്യാം. അതെ, കാരണം അത് അവിടെ ആവശ്യമില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് നമുക്ക് വിത്ത് എല്ലാ റെസ്പെക്റ്റും കൊടുക്കാം, ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നമ്മുടെ സമാധാനത്തെ കയറി ചൊറിയാൻ സാധിക്കും. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം ഇപ്പൊ ആയിഷ പറഞ്ഞതാണ്. എന്തെന്നറിയോ, അതായത് എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലിക്കും ഇല്ലാത്ത ഒരു സംഭവം മറ്റാർക്കും വേണ്ടെന്ന് തന്നെ ഞാൻ പറയാറില്ല. കാരണം നമ്മുടെ സ്പേസിൽ കയറി വന്ന അവർക്ക് എന്തും പറയാന്നുള്ള ഒരു ഇത് നമ്മൾ കൊടുത്ത് നമ്മൾ ആ സ്പേസ് കൊടുക്കുമ്പോഴാണല്ലോ ഞാനും ഐശാന്യമാര് ചിന്തിക്കുന്ന നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് നമ്മളാണ്. അതായത് ഇപ്പൊ എനിക്കിതൊരു മോശം കാര്യമാണ്, അതിപ്പോ ഞാൻ സിനുവിന് പറഞ്ഞുതരാണ്, സിനു നീ ഇങ്ങനെ ചെയ്യുന്നത് ഒരു മോശം കാര്യമാണ്, അല്ലെങ്കിൽ അവിടെ ഒരു എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, അത് എന്റെ കാഴ്ചപ്പാടിൽ മോശം കാര്യം. അപ്പൊ ഞാൻ സിനുവിനോട് പറയണേ, സിനു പക്ക അൽഹംദുലില്ലാ ഹിജാബിൽ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, സിനു ഇപ്പൊ ഒരു ഹിജാബ് ഒന്നും ഇല്ലാതെ വന്ന് നിൽക്കണം. അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ സിനുവിനോട് പറയണേ, സിനു നീ ഹിജാബിൽ വരണം കേട്ടോ, ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല. ഇത് എന്റെ കാഴ്ചപ്പാടാണ്, ഐ മീൻ എന്റെ ട്രസ്റ്റ്, എന്റെ ബിലീഫാണ് അത്. അപ്പൊ ഞാൻ സിനുവിനോട് സജഷൻ പോലെ അല്ലെങ്കിൽ ഒരു സ്നേഹം പോലെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ പറയാം. പക്ഷെ ഇത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അല്ലാത്ത ഒരാൾ എൻ്റെ അടുത്ത് അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ കൈ കൊടുത്ത് ഹായ് എന്ന് പറയും. പിന്നെ അവരെ ഞാൻ പറയുന്നത് കേൾക്കാൻ വില്ലിങ് ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്ന ഒരു സാധനം പറയുള്ളൂ. അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവരുത് നമ്മളത് പറയുന്നത്. അപ്പോൾ സിനുവിന്റെ കോൺസെപ്റ്റ് അവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോൾ സിനുവിന് ചിലപ്പോൾ ഓക്കെ ഞാൻ ഹിജാബ് ഇട്ടേക്കാം, എൻ്റെ ഹെയർ കാണിക്കണ്ട, ആ ഒരു സാധനം സിനുവിന് ജെന്യൂൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് സിനുവിന് അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് സിനുവിന് ഒരു ദിവസം ഇടാൻ പറ്റും, അത് രണ്ടാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കലി അഴിയും. അത് സിനുവിന് തോന്നാതെ ഇടുന്നിടത്തോളം കാലം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം. നമുക്ക് ഒരാളോട് പറയാൻ പറ്റും ഇത് ഇന്നതാണ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ബാധ്യതയുള്ളൂ. അതും കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ എന്നുള്ളത് ഫെയർ ഫാക്ട്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, അത് അയാളുടെ ലൈഫാണ്, ബാക്കി ഡിസിഷൻ അയാൾക്ക് എടുക്കാം. സജഷൻസ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രം സജഷൻസ് കൊടുക്കാം. ഇപ്പം ചില ആൾക്കാർക്ക് നമ്മൾ പോയിട്ട് പറയും ഈ ഭയങ്കര തടിയാണ്, നാളെ മുതൽ എക്സസൈസ് ചെയ്തോ, നാളെ മുതൽ ഫുഡ് കുറച്ചോ. ചിലപ്പോൾ അവർക്ക് ഹോർമോണിന്റെ പ്രശ്നമായിരിക്കും, അത് അവര് ട്രീറ്റ്മെന്റ് എടുത്ത് ചെയ്യേണ്ടുന്ന കാര്യമാണ്. അപ്പൊ അനാവശ്യമായിട്ട് മറ്റൊരാളുടെ കാര്യത്തിലോട്ട് സെയിം അനുഭവിച്ചിട്ടുണ്ടോ? തടി കുറഞ്ഞു പറയും അയ്യോ നിനക്ക് ഫുഡൊന്നും കഴിക്കാൻ കിട്ടുന്നില്ല, നീ ആകെ കേടുവന്നല്ലോ. ഇവിടെ നമ്മുടെ സിറ്റിയുടെ ഒരു സിസ്റ്റം ഉണ്ട്, അതെന്താ അറിയോ, ഹസ്ബൻഡ് തടിച്ചാലും കുഴപ്പമില്ല, മെലിഞ്ഞാലും കുഴപ്പമില്ല. ഹസ്ബൻഡ് തടിച്ചാൽ ഭാര്യമാർ ഓട്ടോമാറ്റിക്കലി ഇയാളുടെ വെയിറ്റിലോട്ട് കയറണം. ഹസ്ബൻഡ് മെലിഞ്ഞാല് നമ്മൾ നമ്മുടെ വെയിറ്റ് കുറച്ചോളണം. അവിടെ ആണുങ്ങൾക്ക് ഇതൊരു ബാധ. എനിക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ അപ്പോൾ ഭയങ്കര സ്ലിം ആയിരുന്നു, പക്ഷെ ഭയങ്കര തടി ഉണ്ടായിരുന്നു, ഹൈ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ഭയങ്കര തടിയാണ്, ഇവള് നല്ല ഈർക്കളി പോലെ വാപ്പിയും മോളും പോലെ ഉണ്ട്, അതുകൊണ്ട് നീ തടിച്ചോ എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് മരുത്ത് വയ്ക്കുക 2-3 അന്നത്തെ അത്രയേ ഉള്ളൂ, അന്ന് വിവരം അത്രയേ ഉള്ളൂ, തിരിച്ച് മറുപടി പറയാൻ അറിയില്ല. അപ്പൊ നമ്മള് ഇത് 2-3 കുപ്പി മരുത്തുക, മറ്റേ പഞ്ചജീരകൂടം, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കഴിച്ച് കയറ്റി വെയിറ്റ് വെച്ചിട്ട് ഇപ്പം പശി മെലിയുന്ന സമയത്ത് നമ്മളോട് പറയും നീ ഭയങ്കര അത് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ടോക്സിക് ആണ്. അതെ, അവർക്ക് എങ്ങനെയാ പറഞ്ഞാൽ അവരെങ്ങനെയായിരിക്കോട്ടെ, അപ്പോ അവരെങ്ങനെയായാലും അവർക്ക് വിഷയമല്ല. പക്ഷെ
നമ്മളുടെ മാക്സിമം ചൊറിയ ആ ഒരു ശീലം നമ്മൾ തിരിച്ചെന്തെങ്കിലും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെടി വായാടി ഇതൊക്കെയാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കേൾക്കുന്നത്. പിന്നെ നമ്മൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ എന്നെയും ഐഷാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരും വായ തോരാതെ സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ചിലവർക്ക് നമ്മൾ സംസാരിക്കുന്നത് ഒരു വായാടിയൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ എങ്ങനെയാ സംസാരിക്കാന്ന് വെച്ചാൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളോട് സീനും ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, നമ്മുടെ അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ എൻ്റെ മൂത്തശ്ശിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അവിടുത്തെ ചെറിയ മരുമോള് അധികം ആൾക്കാരോടൊന്നും മിണ്ടൂല തോന്നണൂലേ, അധികം ആരോടും മിണ്ടൂല തോന്നണൂലേന്ന്. അപ്പൊ എൻ്റെ അമ്മായിയമ്മ മൂത്തശ്ശിയോട് പറയുന്നുണ്ട്, അവള് മിണ്ടാത്തതാ നല്ലതെന്ന് പറഞ്ഞാൽ അവരോട്. നമ്മള് മിണ്ടി തുടങ്ങിയ പിന്നെ അവർ പെട്ടു എന്ന് പറഞ്ഞാലേന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ഈ കംഫർട്ട് സോണിൽ ഭയങ്കര എക്സ്ട്രീമിൽ നിൽക്കുകയും കംഫർട്ട് അല്ലാത്ത സോണിൽ ഇപ്പം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ പോയ സമയത്ത് പരിചയപ്പെടാൻ വന്നപ്പം അസ്സലാമു അലൈക്കും, പിന്നെ ഞങ്ങൾ അടുത്തൊരു വേർഡ് കിട്ടുന്നില്ല എന്താ പറയണ്ടേന്നുള്ളത്. ആ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. ഒരു കംഫർട്ട് സോൺ അടിപൊളി. പക്ഷെ സിനുവിന്റെ കാര്യത്തിൽ എനിക്ക് പെട്ടെന്ന് സിങ്ക് ആയിട്ടോ. കാരണം ഇപ്പൊ നെക്സ്റ്റ് എന്താണ്, വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ? അതന്നെ ഡിഗ്രി ചെയ്യണം. ഡിഗ്രിയിൽ നമ്മൾ കൊടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് MTTC കഴിഞ്ഞത് ഞാൻ ഡിഗ്രിക്ക് കയറാന്ന് ജോയിൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ പിക്ക് ചെയ്യുമ്പോഴും സൈക്കോളജി തന്നെയാണോ പിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതാണ് എനിക്ക് ഏറ്റവും വലിയ അംബീഷൻ എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഡിപ്ലോമ ചെയ്യുമ്പോൾ തന്നെ ആയിഷാന്റെ മാതിരി തന്നെ കൂടുതൽ അറിയണം എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ പാടന്നേനും. അപ്പോൾ ഡിഗ്രി ചെയ്യണമെങ്കിൽ ഞാൻ BA സൈക്കോളജി. ശരിക്കും സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിപ്ലോമ കൊണ്ട് നമുക്കൊന്നും ആവില്ല. അതൊരു ഫാക്റ്റ് ആണ് കേട്ടോ. ഒരു 6 month കോഴ്സ് നമ്മൾ എടുത്ത് പഠിച്ചാൽ നമുക്ക് ഒന്നും അറിയില്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് അറിയാൻ പറ്റും. അതല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒരാളെ കൗൺസിൽ ചെയ്യാനുള്ള ഒരു അറിവൊന്നും സാധാരണഗതിയിൽ നമുക്കൊരു 6 month ഡിപ്ലോമ കൊണ്ട് കിട്ടൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം, ഇരുന്ന് പഠിച്ചോണ്ടേ ഇരിക്കണം, കിട്ടുന്ന സോഴ്സ് ഒക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ BA പഠിക്കുക, MA പഠിക്കുക, അല്ലെങ്കിൽ BSc പഠിക്കുക, MSc പഠിക്കുക. അപ്പൊ നമുക്ക് MSc കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിനിക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ ക്ലിനിക്ക് ഇട്ടിരിക്കുകയൊക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ ആയിഷ ഇപ്പോൾ ഓൾറെഡി MScക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ ആ കടമ്പയിൽ എത്തണമെങ്കിൽ കുറച്ചൊക്കെ കിടക്കണം. ആയിഷ ഡിഗ്രിയൊക്കെ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞ ആളായതുകൊണ്ട് അല്ല, അതിൽ എനിക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രോപ്പർ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. കാരണം ഇപ്പം നമ്മളെ ഹിപ്നോട്ടിസം കഴിഞ്ഞു, സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് തന്നെ ഞാൻ ആ 6+ കോഴ്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് ഈ 6+ കോഴ്സിൽ ചിലത് സർട്ടിഫിക്കറ്റഡ് വെറും സർട്ടിഫിക്കറ്റ് കോഴ്സാണ്, ചിലത് PG ഡിപ്ലോമയാണ്, ചിലത് ഡിപ്ലോമയാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ചിലത് ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് തന്നെ വരണം. മൈൻഡ് പവർ ട്രെയിനിങ്, ബാക്കിയുള്ളതൊക്കെ സൈക്കോളജി ഒരു ബേസ് ആയിട്ട് തന്നെ വരുന്ന കാര്യങ്ങളാണ്. മനസ്സിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ഈ പറയുന്നത്. ഓക്കെ, പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും എവിടെയോ ഒരു മിസ്സിംഗ് ഇല്ലേ, അപ്പൊ ആ ഒരു മിസ്സിങ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ MSc എടുത്തത്. അപ്പൊ എൻ്റെ അടുത്ത് ഒരാളെ എന്താ വാട്ട്സ് ക്വാളിഫിക്കേഷൻ എന്ന് ചോദിക്കുമ്പോൾ ഡിപ്ലോമ എന്ന് പറയണോ, PG ഡിപ്ലോമ എന്ന് പറയണോ, അത് ഇന്ന കോഴ്സ് പഠിച്ചു എന്ന് പറയും. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു 12 സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ ഞാൻ പഠിച്ചതാന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം കാര്യത്തിനെ കുറിച്ചിട്ട് ഗവേഷണം ചെയ്ത ആളാണ്. ഒരുപാട് പഠിച്ചതിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ സംസാരത്തിൽ മാഷാ അല്ലാഹ്. അപ്പൊ അതിനേക്കാൾ എനിക്ക് ഇഷ്ടം ഒരൊറ്റ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അതെ ഞാൻ MSc ഹോൾഡർ ആണ്. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവിടെ നിൽക്കണം. കുറച്ചും കൂടെ കാലം കഴിയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു PhD എടുത്തിട്ട് ഇതേ ഞാനൊരു PhD ഹോൾഡർ ആണെന്ന് പറയണമെന്നാണ്. അതാണ് നമ്മളെ ഓരോരുത്തർക്കും വേണ്ട ഒരു പ്രചോദനമാണ്. കാരണം നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. കൂടുതൽ പഠിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ അപ്ഡേറ്റഡ് ആവുള്ളൂ. അല്ലാതെ നമ്മൾ എന്തിലേലൊക്കെ കുറച്ച് പഠിച്ചു, ഇപ്പോൾ ഒരു ടീച്ചർ ആണെങ്കിൽ പോലും നമ്മൾ കൂടുതൽ അറിഞ്ഞും കൊണ്ടും അതിലേ ഒരു ഇതുണ്ട്. അതായത് ഇസ്ലാമിലെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങളൊരു ടീച്ചറായിട്ടിരിക്കുക. അതായത് ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ബെറ്റർ ആയിക്കൊണ്ടേ ഇരിക്കണം. അതായത് പഠിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ പഠിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ പഠിച്ച സാധനം റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുക. അതെ, അപ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവ് എന്നും കിട്ടിക്കൊണ്ടേയിരിക്കും. അവിടെ ഒരു ബ്രേക്ക് ഇല്ല. ഒരുമിച്ചായാലും ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് കുറച്ചും കൂടെ നല്ലതാണ്. കാരണം നമ്മൾ പഠിക്കുന്നത്, നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മുടെ ലൈഫിലോട്ട് അപ്ലൈ ചെയ്യുന്ന അതൊരു നമുക്ക് എല്ലാം അറിയും. അതായത് നമ്മൾ ബ്രേറ്റ് ആണെന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ പരാജയം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്താ വെച്ചാല് നമ്മള് ഇതൊരിക്കലും അവസാനിക്കാത്തൊരു പ്രോസസ്സാണ്. അതെ, പഠിച്ചുകൊണ്ടേയിരിക്കുക, മരിക്കുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കുക. അതൊരു പ്രോസസ്സാണ്. അപ്പൊ എനിക്കൊരാളെ അറിയാം, മുന്താസ്ത എന്ന് പറയും. 60 വയസ്സിന് മേലെയുള്ള ഒരു ഇത്താണ്. എൻ്റെ ഉമ്മയുടെ ഏജാണ്. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ വണ്ടർ അടിച്ചിരിക്കും. സ്റ്റിൽ ഇപ്പോൾ ലാസ്റ്റ് ഡേ ആള് മറ്റേ കമ്പ്യൂട്ടറിന്റെ വെബ് ഡിസൈനിങ്, അതുപോലെ സംതിങ് AI സാധനങ്ങളൊക്കെ ആള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജോയിൻ ചെയ്തിട്ട് 60+. ആളൊരു 2-3 ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്, മറ്റേ പ്രഭാഷണം, ആളെ ഇൻഫ്ലുവൻസേഴ്സിന് ഉണ്ടാക്കുന്ന ഗ്രൂപ്പ്. അങ്ങനെ
അമേസിങ് പേഴ്സണാലിറ്റീസ് ആയിട്ട്, അതായത് നമ്മളെപ്പോഴും നമ്മുടെ ഒരു ലെവലിലുള്ള ആളുകളായിട്ട്. ഇപ്പൊ ഞാൻ നമ്പർ, അതായത് ഏജ് വെറും നമ്പർ ആവുന്നത്. സിനുവിനോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്കൊരു സെയിം വൈബാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് നിന്റെ ഐഡിയോളജീസ് മൂവ് ആയതുകൊണ്ട് കുറച്ചും കൂടെ ഐഡിയോളജീസ് കിട്ടും. എന്നെക്കാളും താഴെയുള്ള ഒരാളടുത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്, അതെനിക്കൊരു തിരിച്ചറിവ് കിട്ടും. പക്ഷെ ഞാൻ വളരണമെങ്കിൽ എന്നേക്കാളും കുറച്ചും കൂടെ അപ്പിൽ നിൽക്കുന്ന ആൾക്കാരോട് സംസാരിച്ചാലേ ഞാൻ അവിടെ വളരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഐഡിയോളജീസ് കിട്ടുന്നത്, അല്ലെങ്കിൽ കുറച്ച് റിലാക്സ് ആവാൻ പറ്റുന്നത്. എൻ്റെ താഴെ അറിവുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഞാൻ പഠിച്ചതിനെ ഞാൻ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടണമെങ്കിൽ എന്നേക്കാളും മേലെ നിൽക്കുന്ന ആളുകളെ നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ അമേസിങ് പേഴ്സണാലിറ്റീസ് നമ്മുടെ ചുറ്റോടുണ്ട്. അൽഹംദുലില്ലാ, നമുക്കൊരിക്കലും എനിക്കിത് മതി, ഞാനിവിടെ വെച്ച് നിർത്താനായിക്കണു, ഞാൻ തികഞ്ഞിക്കണു എന്നൊരു ഫീല് നമുക്ക് ഒരിക്കലും വരില്ല എന്നുള്ളതാണ്. അപ്പൊ അവര് അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ പരാജയം. അവരത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇരിക്കാൻ അയക്കൂല, അങ്ങനത്തെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അതും വേണ്ടി പറയാ. ഇപ്പം നീ തന്നെ, ഞാൻ 3-4 ദിവസം വീഡിയോ ഇടാണ്ടിരുന്ന മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയാൽ എന്താ, നിനക്ക് വീഡിയോ ഇട്ടൂടെ, നീ എന്താ ഇടാത്തെ, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ, അങ്ങനെ കുറെ ആൾക്കാർ നമുക്കുണ്ട്. അൽഹംദുലില്ലാ, ഒന്നും കാണാനില്ലല്ലോ, വിശേഷമൊന്നും ഇല്ലല്ലോ, നീ എന്താ പറ്റിയേ, എന്താ ഒന്നും ചെയ്യാത്ത, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് ചില നേരങ്ങളിൽ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ അവരൊരു വീഡിയോ കണ്ടാൽ നമ്മൾ അതിലൊരു കമന്റിലും നമ്മള് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും ജീവനില്ലാത്ത അവസ്ഥയാണ്. അതെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി എന്ത് ചെയ്തു എന്നുള്ളതിലാണ്. നാളെ നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഖബറിലോട്ട് സ്ഥിരമായിട്ട് വരാൻ പാകത്തിന് എന്തെങ്കിലും കൊടുത്തിട്ട് പോകണം. അത് അറിവാണെങ്കിൽ അത്രയും നല്ലത്. കാരണം അത് ഞാൻ നിന്നെ പഠിപ്പിച്ച്, നീ നിന്റെ മക്കളെ പഠിപ്പിച്ച്, അവരുടെ മക്കളെ പഠിപ്പിച്ച്, അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ജാരിയായ ഒരു സ്വതക്കയാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് പോകുന്നത് അറിവാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഉപദേശമാണെങ്കിൽ അവിടെ കിടക്കുമ്പോൾ ഒത്തിരി സ്വയം ഉണ്ടാവും. ഞാൻ എൻ്റെ യൂട്യൂബേഴ്സിന് മെയിനായിട്ട് എന്താണെന്നറിയോ, മനസ്സ് റിലാക്സ് ആവാൻ നമ്മൾ പുറത്ത് പോയി സഞ്ചരിക്കണം. എന്തോ പറയുമല്ലോ, എന്താണ്, അലയുന്ന തേനീച്ചകളെ തേൻ നുകരുന്നോ, തേൻ ശേഖരിക്കുന്നോ എന്തോ പറയുമല്ലോ. ട്രാവൽ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. ട്രാവലിംഗ് നമ്മുടെ ഇസ്ലാമിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നോട് എല്ലാവരും പറയും, നീ എന്തിന് ഈ ട്രാവലിംഗ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ. നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ നിനക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റ് എടുത്ത് അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മുന്തസ്ത എന്ന് പറയുന്നത് അത്യാവശ്യം അൽഹംദുലില്ലാ നല്ല ഹദീസുകളിലൊക്കെ നോളേജ് ഉള്ള ആളാണ്. പക്ഷെ അവര് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, അവര് ഈ കൊടുക്കുന്ന ഗ്രൂപ്പ് ഹെൽത്തി വെൽത്തി ഫോർ ജന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ്. അതിനകത്ത് ഇപ്പോൾ ചെയ്യുന്നത് ഡയറ്റ് പ്ലാൻസ്, വെയിറ്റ് ലോസ് ജേണി, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ അത് നമുക്ക് ആവശ്യമാണ് ദീനിന്. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചൊരു കാര്യം, ദീനെന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കരിക്കുക, ഖുർആൻ ഓതുക, നോമ്പ് നോൽക്കുക, പിന്നെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ നടക്കുക, ഇതാണ് ദീനെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുള്ളൊരു സാധനം. പക്ഷെ ആക്ച്വലി അതല്ല ദീന്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കുട്ടികളെ കൂടെ കളിക്കുന്നത് ദീനാണ്. നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ചുമ്മാ ഒരു വായിൽ, നമ്മൾ പറയില്ല, ഒരു വായിലൊരു ഇത്തിരി ഫുഡ് ആളെ വെച്ചിരുന്നത് പോലും ദീനാണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ദീനാണ്, സ്വിം ചെയ്യുന്നത് ദീനാണ്. അപ്പോൾ എല്ലാം നമ്മുടെ ഹാപ്പിനെസ്സിന്, മനസ്സിന് സമാധാനം കൊടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ശരീരത്തിന് സമാധാനം കൊടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്നതെല്ലാം ദീനാണ്. ആ ഒരു കോൺസെപ്റ്റിൽ കാണാൻ പഠിച്ച ചില ആളുകളിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഹസ്ബൻഡിനോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. അതായത് നമ്മൾ എത്ര എയർ പിടിച്ച് നിന്നാലും, എത്ര മെച്ചോർഡാണെന്ന് പറഞ്ഞാലും, ഞാൻ നിനക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു എസ്സയുടെ ക്ലാസ് എടുത്തിരുന്ന ഒരു പേഴ്സൺ ആണെങ്കിലും, വീട്ടിൽ പോയ കെട്ടിയനോട് 50 പൈസന്റെ ചോക്ലേറ്റിന് തല്ലൂർന്ന പെണ്ണ് ഭയങ്കര പെൺപിള്ളേർ തന്നെയാണ് നമ്മൾ. നമുക്ക് വലിയ മാറ്റമൊന്നും അവിടെ വരാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ലവ് എന്ന് പറയുമ്പോൾ എന്റെ കാര്യം പറയല്ലോ, ഞാൻ ഇപ്പോഴും വഴക്കൂടിയ കുട്ടികൾക്കും 3 മിഠായി കൊടുന്നു കഴിഞ്ഞാൽ അയ്യോ എനിക്കോ ചോദിക്കും. അത് ഒട്ടുമിക്ക സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. നമ്മൾ പറഞ്ഞാല് ലവ് എക്സ്പ്രസ് ചെയ്ത് കിട്ടണം, അത് പ്രകടമായി തന്നെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മെജോറിറ്റി സ്ത്രീകളും. അത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ. അതെ, എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ ഉണ്ട്. പക്ഷെ ഉമ്മാക്ക് എൻ്റെ അവരൊരു വൈബ് ഞങ്ങൾ ഉമ്മാന്റെ ഇടയിലേക്ക് വെച്ച് തല്ലിടും. പക്ഷെ ചിലര് 2 വാദക്കാരുണ്ട്. അതായത് ചിലർ അങ്ങനെ ചെയ്യാൻ പാടില്ല പറയും. അല്ല, ഉമ്മമാരെന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ കയറി ഇടപെടുന്ന ആൾക്കാരുണ്ട്. അതായത് നെഗറ്റീവായ രീതിയിൽ ഇടപെടുന്ന ആൾക്കാരുണ്ട്. ചില ആളുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടം കൂട്ടാൻ വേണ്ടിയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലര് പറഞ്ഞാല് ഇവര് തല്ലുകൂർന്നത് ചിരിച്ചുകൊണ്ട് നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നമ്മൾ തല്ലുകൂടുമ്പോൾ ഇത് മതി, ഇന്ന് ഞാൻ എൻ്റെ മോനെയും കൊണ്ട് നാളെ നിനക്കുള്ള പണി തരാം എന്ന് ചിന്തിക്കുന്ന അമ്മായിമാരാണെങ്കിൽ അവരെ മുമ്പത്ത് വെച്ച് തല്ലുകൂടരുതെന്ന് നമ്മൾ പറയുള്ളൂ. തല്ലുകൂടുന്നത് കണ്ടു കഴിഞ്ഞാൽ അയ്യേ എന്ത് ചെറിയ കുട്ടികളുടെ മാതിരി ഒതുങ്ങിയിരിക്കുകയും പറയും. അത് ആളുകൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ്. അത് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇപ്പം നമ്മൾ പറയില്ലേ, ചിലവരെ മുമ്പത്ത് നിന്നിട്ട് കണ്ണീറിന്റെ കാര്യമൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയും, അവരുടെ അടുത്തേക്ക് പോണ്, ഒന്ന് സൂക്ഷിച്ചോട്ടോ എന്ന് പറയില്ലേ. അത് ഇങ്ങനെ പറഞ്ഞാൽ അവര് ചിലപ്പോ അതിന്റെ എന്തെങ്കിലുമൊക്കെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചാല്. അപ്പൊ അതേപോലെയാണ് പുരോഗമനം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ
അമ്മായിയമ്മമാരുടെ കേസും ചില അമ്മായിയമ്മമാര് നോക്കുന്ന രീതി വേറെ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ടാക്കിൾ ചെയ്തേ പറ്റും. അമ്മായിയമ്മേനെ പിടിച്ച് അപ്പുറത്ത് കൊണ്ടിടാൻ പറ്റൂലല്ലോ, നമ്മുടെ കൂടെ തന്നെ നിർത്തിയല്ലേ പറ്റൂ. അപ്പൊ നമ്മൾ അതിനെ ടാക്കിൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് കാര്യം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സമയം കൊണ്ട് സംസാരിച്ചു. അൽഹംദുലില്ലാ, ഇന്നത്തെ സെഷൻ ഭയങ്കര നല്ലതായിരുന്നു. നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത് വളരെ നന്ദിയുണ്ട്. എൻ്റെ ഈ ഒരു ചാനലിൽ വന്നിട്ട് എൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറഞ്ഞ് എനിക്കൊരു ബിഗ് സപ്പോർട്ട് തന്നതിന് മാഷാല്ലാ, താങ്ക് യു സോ മച്ച്. ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഒത്തിരി ആളും സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്കും കുറേ കൂടെ ഇൻഫർമേഷൻസ് കിട്ടും എന്നുള്ള ഒരു ഹോപ്പ് ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടെ സിനുവിൻ്റെ ചാനലിൽ നിന്ന് നല്ലത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ളത് ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇൻഷാല്ലാ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഓൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.